അച്യുതമാവിന്റെ പകയൊടുക്കൽ. സമയം സന്ധ്യമയങ്ങി. പാണ്ഡവർ വിജയലഹരിയിലാണ്ട ശേഷം നേരത്തെ സുഖനിദ്രയിലാണ്ടു. അശ്വത്ഥമാവ്, കൃപർ, കൃതവർമാവ് എന്നിവർ ഒരു ആൽമര ചുവട്ടിൽ വിശ്രമത്തിലായിരുന്നു. കൃപരും കൃതവർമാവും ഉറങ്ങി. അശ്വത്ഥമാവിന് ഉറക്കം വന്നില്ല. അദ്ദേഹം പലതും ഓർത്തുകൊണ്ട് അങ്ങനെയിരുന്നു. പിറന്നു വീണപ്പോൾ ഉച്ചൈ സ്രവസ് എന്ന കുതിരയുടെ ശബ്ദത്തിൽ ഉറക്കെ കരഞ്ഞതിനാൽ അച്ഛൻ ദ്രോണരും അമ്മ കൃപിയും അശ്വത്ഥമാവ് എന്ന് പേരിട്ട് വിളിച്ചു. ദേവേന്ദ്രന് പാലാഴിമദനത്തിൽ കിട്ടിയ വെള്ള കുതിരയായിരുന്നു ഉച്ചൈ സ്രവസ്. അതിന്റെ ശബ്ദം മറ്റു കുതിരകളുടേതുമായി അതുപോലെ ആയിരുന്നില്ല. മറ്റ് ശിഷ്യന്മാരോടൊപ്പം അച്ഛനായി ദ്രോണർ തന്നെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. വത്സല ശിഷ്യനായ അർജുനനെ തന്ത്രപൂർവം അകറ്റിപ്പോലും തനിക്ക് ചില അപൂർവ വിദ്യകൾ ഉപദേശിച്ചു. അർജുനൻ അത് മനസ്സിലാക്കിയപ്പോൾ നീയും ഇവനും എനിക്ക് ഭേദമില്ല എന്ന് പറഞ്ഞ് അർജുനനും അതൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ അച്ഛൻ മടിച്ചില്ല. ഇപ്പോഴിതാ തന്റെ മക്കളെപ്പോലെ അച്ഛൻ സ്നേഹിച്ച പാണ്ഡവർ അദ്ദേഹത്തെ നിരായുധനാക്കി തന്റെ എല്ലാമായ പുത്രൻ മരിച്ചുവെന്ന് വ്യാജ വാർത്ത പരത്തി അദ്ദേഹത്തെ കൊണ്ട് ആയുധം വയ്പ്പിച്ചു. പുത്രദുഃഖത്തിൽ മുഴുകി നെഞ്ചുരുകി നിന്ന പിതാവിനെ നിഷ്കരുണം വധിക്കാൻ ആ പാഞ്ചാലപുത്രൻ ദൃഷ്ടദ്യുമ്നന് എങ്ങനെ കൈ ഉയർന്നു? അശ്വത്ഥാമാ ഹത എന്ന് വ്യാജ വാർത്ത വിളിച്ചു പോകിയ അധർമ്മത്തിന് പതുക്കെ കുഞ്ചര പറഞ്ഞു ധർമ്മം പൂശാൻ. ധർമ്മപുത്രരെന്ന് സ്വയം ഘോഷിക്കുന്ന യുധിഷ്ഠിരന് എങ്ങനെ നാവു വളഞ്ഞു? ഇതാണോ ധർമ്മയുദ്ധം? അജയ്യനായ ദുര്യോധനനെ തുണയ്ക്കടിച്ച് വീഴ്ത്താൻ താളം പിടിച്ച കൃഷ്ണനല്ലേ അവരുടെ ഉപദേഷ്ടാവ്? ജയിക്കാൻ കഴിയാത്തവനെ സൂത്രത്തിൽ കാല് തല്ലിയോടിച്ച് വീഴ്ത്തുന്നവൻ ഭീമനത്രേ, ഭീമൻ. ഇല്ല, എനിക്ക് പകരം വീട്ടിയേ തീരൂ. എന്റെ പിതാവിനെ ചതിച്ചു കൊന്നവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കണം. കൃപരും കൃതവർമാവും തളർന്നുറക്കമാണ്. നേരം പാതിര കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അരയാൽ കൊമ്പുകളെ ഇളക്കി മറിച്ചുകൊണ്ട് അവിടെ ചേക്കേറിയ കാക്കകളുടെ കൂട്ടക്കരച്ചിൽ. ഉറക്കത്തിലായിരുന്ന കാക്കകളെ മൂങ്ങകൾ കടന്നുവന്ന് ആക്രമിക്കുകയാണ്. അശ്വത്ഥമാവിന് ഒരു ആശയം വീണ് കിട്ടി. പാണ്ഡവ ശിബിരങ്ങളിൽ എല്ലാവരും ഗാഠനിദ്രയിലാണ്. ഇതാണ് അവസരം. കൃപരെ, കൃതവർമാവെ, ഉണരുക. അശ്വത്ഥമാവ് ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നവനെ പോലെ അലർന്നത് കേട്ട് കൃപരും കൃതവർമാവും ചാടി എഴുന്നേറ്റു. അശ്വത്ഥമാവ് തന്റെ ഗൂഢോദ്ദേശ്യം വിശദമാക്കി. ഈ കൊടുങ്കൈ വേണോ എന്ന കൃപരുടെയും കൃതവർമാവിന്റെയും ചോദ്യത്തിന് മറുപടി പറയാതെ അശ്വത്ഥമാവ് ഇരുട്ടിലേക്ക് നടന്നു. കൃപരും കൃതവർമാവും ആ രൂപത്തെ പിന്തുടർന്നു. മൂവരും കൂറ്റാങ്കൂറ്റിരുട്ടിൽ നിശബ്ദം പാണ്ഡവ ശിബിരങ്ങൾക്കടുത്തെത്തി. അശ്വത്ഥമാവ് ഒന്ന് നിന്നു. ദാ ഒരു ഭയങ്കര രൂപം മുന്നിൽ നിൽക്കുന്നു. അശ്വത്ഥമാവ് ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തു. എല്ലാം ആ രൂപത്തിൽ ലയിച്ചു. അശ്വത്ഥമാവിന്റെ പക്കൽ ഇനി ആയുധങ്ങളേയില്ല. അദ്ദേഹം ശിവനെ പ്രണമിച്ചു. ശിവൻ മുമ്പിലെത്തി. നിന്റെ ദിവ്യായുധങ്ങൾക്ക് പകരം തൽക്കാലം ഈ വാൾ സ്വീകരിക്കുക. അശ്വത്ഥമാവ് തൊഴുകൈയോടെ വാൾ സ്വീകരിച്ചു. ശിവൻ മറഞ്ഞു. മൂവരും ആദ്യത്തെ ശിബിരത്തിനടുത്തെത്തി. കൃപനും കൃതവർമാവും വാതിൽക്കൽ കാവൽ നിന്നു. പുറത്തു ചാടുന്ന ഒന്നിനെയും തല ഛേദിക്കാതെ വിട്ടേക്കരുത്. അവർക്ക് നിർദ്ദേശം നൽകി അശ്വത്ഥമാവ് ശിബിരത്തിനുള്ളിൽ കടന്നു. തന്റെ പിതാവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നൻ തന്നെ കൈനീട്ടമിരിക്കട്ടെ എന്ന് കരുതി അയാളുടെ കിടക്ക തപ്പിപ്പിടിച്ചു. പിന്നെ മുടിയിൽ തൂക്കി താഴെയിട്ടു. ഒറ്റ ഞെരിപ്പിന് കഥ കഴിച്ചു. ദൃഷ്ടദ്യുമ്നന്റെ അലർച്ച കേട്ട് ഓരോരുത്തരായി ഉണർന്നു. ഇരുളിൽ തങ്ങളെ പുണരുന്ന കൈ കൂട്ടുകാരൻ്റെതാകുമെന്ന് കരുതിയവർ ഒരു നിലവിളിയോടെ നിലം പൊത്തി. ബലം പ്രയോഗിക്കുന്നവനെ കണ്ടം തുണ്ടം വെട്ടിയിട്ടു. ഉറങ്ങുന്നവനെയും ഉണരുന്നവനെയും തലങ്ങും വിലങ്ങും വെട്ടി. ശിബിരങ്ങളിൽ നിന്ന് ശിബിരങ്ങളിലേക്ക് കടന്നു കയറി അശ്വത്ഥമാവ് സംഹാര താണ്ഡവം നടത്തി.
പുറത്തു ചാടിയവരെ കൃപനും കൃതവർമാവും കൈകാര്യം ചെയ്തു. അശ്വത്ഥാമാവിന്റെ വാളും വായ്ത്തലയും ചോരക്കറ പൊതിഞ്ഞു. അശ്വത്ഥാമാവ് ഇപ്പോൾ ചുവന്ന മാവ് പൂശിയ പോലെ ഒരു ഭീകര സത്വമായി മാറി. അശ്വത്ഥാമാവിന്റെ ക്രോധാഗ്നിയിൽ പാണ്ഡവ ശിബിരങ്ങൾ ഒന്നൊന്നായി കത്തിക്കരിഞ്ഞു. ശിബിരത്തിലുണ്ടായിരുന്നവരാരും ബാക്കി വന്നില്ല. ബാക്കി വന്നവർ ശിബിരത്തിലില്ലാത്ത പാണ്ഡവർ 5 പേരും കൃഷ്ണനും സാത്വികിയും മാത്രം. പാണ്ഡവർ ബാക്കിയില്ലാതെ മുടിഞ്ഞു എന്ന വാർത്ത കേട്ട് അന്ത്യശ്വാസം വലിക്കാൻ കാത്തുകിടന്ന ദുര്യോധനന്റെ അടുത്ത് അശ്വത്ഥാമാവ് എത്തി. ദ്രോണർക്കോ കർണനോ കൃതവർമാവിനോ സാക്ഷാൽ ഭീഷ്മർക്കു പോലുമോ ചെയ്യാൻ കഴിയാത്തത് അശ്വത്ഥാമാവ് ഒറ്റയ്ക്ക് ചെയ്തു എന്നറിഞ്ഞ ദുര്യോധനന്റെ കണ്ണുകൾ ഒന്ന് തെളിഞ്ഞു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അടയ്ക്കുകയും ചെയ്തു. അശ്വത്ഥാമാവിന്റെ അരുംകൊലകൾ യുധിഷ്ഠിരൻ അറിഞ്ഞു. യുധിഷ്ഠിരൻ ബോധശൂന്യനായി വീണു. ദ്രൗപദിയും യുധിഷ്ഠിരന്റെ അരികിൽ വീണു. സാത്വികിയും ഭീമനും അവരെ ആശ്വസിപ്പിച്ചു. പാണ്ഡവർ അശ്വത്ഥാമാവിനെ വധിച്ച് അയാളുടെ ശിരസിൽ ജന്മനാൽ ഉള്ള ശിരോരത്നം കൊണ്ടുവന്നില്ലെങ്കിൽ താൻ ദേഹത്യാഗം ചെയ്യുമെന്ന് പാഞ്ചാലി പ്രതിജ്ഞ ചെയ്തു. അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് ഭീമൻ ഇറങ്ങി. യുധിഷ്ഠിരനും അർജുനനും കൃഷ്ണനും മറ്റും പിന്തുടർന്നു. ബ്രഹ്മ ശിരസെന്ന സംഹാരാസ്ത്രം കരുതിയിട്ടുള്ള അശ്വത്ഥാമാവിനെ കൊല്ലുക എളുപ്പമല്ലെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. പാണ്ഡവരാരും അവശേഷിച്ചിട്ടില്ലെന്ന് കരുതിയ അശ്വത്ഥാമാവിന് തെറ്റി. ഭീമനെയും അർജുനനെയും യുധിഷ്ഠിരനെയും ഒപ്പം കൃഷ്ണനെയും കണ്ട അശ്വത്ഥാമാവ് ഒന്ന് പകച്ചു. ഒരു പുൽനാമ്പ് പറിച്ചെടുത്ത് ബ്രഹ്മാസ്ത്രം ജപിച്ച് പാണ്ഡവർ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അശ്വത്ഥാത്മാവ് എറിഞ്ഞു. അർജുനന്റെ ബ്രഹ്മാസ്ത്രം അതിനു മുൻപിലെത്തി. ഇതാ 2 അസ്ത്രങ്ങൾക്കും നടുവിലായി നാരദനും വ്യാസനും പ്രത്യക്ഷനായി. ലോകനാശം സംഭവിക്കാതിരിക്കാൻ അസ്ത്രങ്ങൾ പിൻവലിക്കുക അവർ ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടു. അശ്വത്ഥാത്മാവിന്റെ ശിരോരത്നം നൽകിയാൽ തന്റെ അസ്ത്രം പിൻവലിക്കാമെന്ന് അർജുനൻ സമ്മതിച്ചു. ശിരോരത്നം നൽകിയാലും അസ്ത്രം പിൻവലിക്കില്ലെന്നായി അശ്വത്ഥാത്മാവ്. അസ്ത്രം മധ്യസ്ഥരുടെ നേർക്ക് നിന്ന് മാറ്റി. അമ്മാവന്റെ നെഞ്ചിൽ കൊണ്ടില്ലെങ്കിൽ മരുമകളുടെ ഗർഭത്തിൽ എന്ന മട്ടിൽ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വഴിമാറ്റിവിട്ടു. ഗർഭത്തിന് കുഴപ്പം വരില്ലെന്നും ഉത്തര പ്രസവിക്കുന്ന കുഞ്ഞ് ദീർഘായുസ്സോടെ ശ്രേഷ്ഠമായി രാജ്യം ഭരിക്കുന്നത് അശ്വത്ഥാത്മാവ് കാണുമെന്ന് കൃഷ്ണൻ അരുൾ ചെയ്തു. ഈ ഗർഭഹത്യയ്ക്ക് ഒരുങ്ങിയ അശ്വത്ഥാത്മാവ് പുഴുത്ത് നാറി 3000 വർഷം കാട്ടിൽ അലയുമെന്നും കൃഷ്ണൻ ശപിച്ചു. പശ്ചാത്താപ വിവശനായി ശിരോരത്നം പാണ്ഡവർക്ക് നൽകി അശ്വത്ഥാത്മാവ് വ്യാസനോടൊപ്പം വനത്തിലേക്ക് മറഞ്ഞു. ഉത്തരയുടെ ഗർഭത്തിലെ ശിശു പരീക്ഷിക്കപ്പെടുമെന്ന് ഒരു സന്യാസി പണ്ടേ പറഞ്ഞിരുന്നു. ഗർഭത്തിൽ പരീക്ഷിക്കപ്പെട്ടവൻ പിന്നീട് പരീക്ഷിത് എന്ന പേരിൽ പുകഴ്വിറ്റു.